അവസാനമായിട്ട് ഒന്നുകൂടെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം പോയി കണ്ടതാ. ഇനി എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ലല്ലോ. ഒറ്റ നോട്ടത്തിലൊന്നും ആരും മനസ്സിലാക്കാനും പറ്റിയല്ല. 17 വെട്ടാ വെട്ടിയേക്കുന്നത്. അതെങ്ങനെ തൊള്ള തുറക്കുന്നമാരോടായിരുന്നു സിനിമ കണ്ടു കഴിഞ്ഞാൽ വല്ല മനസ്സിലാവും. ഞാനും ആ തൊള്ള തുറക്കുന്നതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. വാടാന്ന് പറഞ്ഞ ഒച്ച പോലും കേൾക്കാൻ പറ്റിയില്ല മര്യാദയ്ക്ക്. അത്രയും ഒച്ചയും ബഹളമായിരുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും ഫസ്റ്റ് ഷോയ്ക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് അച്ചടക്കമായിട്ടൊരു സിനിമ കാണാൻ പറ്റുമായിരിക്കും എന്ന് തോന്നിട്ട് പോയതായിരിക്കും അല്ലേ. അതറിയാലോ, പുലിമുരുകൻ കഴിഞ്ഞ് ലൂസിഫർ കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു പടം വരുന്നത് നമ്മൾ മിസ്സാക്കാൻ പറ്റുണ്ടോ? അത് ലാലേട്ടൻ്റെ പടം. അത് ചുമ്മാ ഇങ്ങനെ നെഞ്ചും വിരിച്ചിറങ്ങി വരാമെന്ന് പറഞ്ഞ ഒരു ലോക്കൽ ഡയലോഗ് ഒന്നും അല്ല. അതിന് കൃത്യമായ കാരണമുണ്ട്. അത് നമുക്ക് ഉറപ്പുണ്ട്. അതാണ് ഈ കാണാൻ തെക്ക് തിരക്കല്ല. ഇതുപോലെ പടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ കണ്ടവന്മാർ പറഞ്ഞ് കേട്ടിട്ട് ടിക്കറ്റും ക്യാൻസൽ ചെയ്ത് അതും പോസ്റ്റ് ചെയ്ത് അതും കണ്ട് നിങ്ങൾ കാണാൻ പോകാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മിസ്സാക്കാൻ പോകുന്നത് മലയാളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് തരാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും. ചെറിയ ചെറിയ പോരായ്മകളുണ്ട് കേട്ടോ പടത്തിൽ, ഇല്ലെന്നല്ല. എന്നിരുന്നാലും എന്റെ പൊന്നെ, ഇതുപോലെ ഒരു പടം ഇനി മലയാളത്തിൽ വരണമെങ്കിൽ, ഇത്രയും ലാർജ് സ്കെയിലിൽ മലയാളം സിനിമേനെ വിശ്വസിച്ച ഒരു പ്രൊഡക്ഷൻ കമ്പനി പണം ഇറക്കണമെങ്കിൽ അതിനെനിക്ക് തോന്നുന്നു ഇനി പൃഥ്വിരാജ് തന്നെ മെനക്കെട്ടിറങ്ങണം, അല്ലെങ്കിൽ രാജമൗലിയും എല്ലാം വന്ന് മലയാളത്തിൽ പടം ചെയ്യും. ഇതിന്റെ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞത് ബെഞ്ച് മാർക്ക് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ചെറിയ ചെറിയ പോരായ്മകളുണ്ട് കേട്ടോ പടത്തിൽ. ഇവിടെ കിഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് കുറെ കുഴപ്പങ്ങൾ കാണും. ഫ്രീ മൈൻഡായിട്ട് പോയി നിങ്ങളുടെ സിനിമ കാണുക, എൻജോയ് ചെയ്യുക, തിരിച്ചു വരിക. അതിൽ കൂടുതലൊന്നും പടത്തെ പറ്റി ആലോചിക്കാനില്ല. മുരളി ഗോപി റൈറ്റിംഗ്സിനെ പറ്റി അറിയാലോ, ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ മെനക്കെട്ട് എഴുതും. അത് ഈ 2.25 മണിക്കൂറിനകത്ത് കൊള്ളിക്കാൻ പറ്റുന്ന ഒരു പാടാണ് പടത്തിന്റെ ഒരു ബുദ്ധിമുട്ട് ആയിട്ട് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ലോജിക്കൽ എറേഴ്സ്, അതൊക്കെ നമുക്ക് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിലോട്ട് വരുമ്പോഴത്തേനും അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സിനിമാറ്റിക്കിൽ എടുത്ത് പടം കാണണ്ടേ. അപ്പം ബൈ.